അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പട്ടായ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും എന്താ വണ്ടിയിലൊക്കെ കയറി നമ്മൾ ആദ്യം തന്നെ പോയത് ടൈഗർ ടോപ്പിയിലോട്ടാണ്. നമ്മൾ ചെന്ന പാടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി, കാരണം നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ വീണ്ടും ഒരു ട്രാൻസാക്ഷൻ കാണാം, ബിക്കോസ് ഈ ഫുഡെല്ലാം ഞാൻ തന്നെ കഴിച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് പോയത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരാൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമ്മുക്കുട്ടിക്ക് 2 വയസ്സേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ട്രാവലറാണ്. അങ്ങനെ നമ്മൾ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ആദ്യം അസ്ലമാണ് എടുത്തത്. അവൻ വലിയ പേടിയൊന്നും ഇല്ലാണ്ടിരുന്ന് പോസൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല പേടിയുണ്ടായിരുന്നു, നെഞ്ചൊക്കെ ഇടിക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയൊക്കെയോ ഒപ്പിച്ച് ഞാനും ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ മുതലൊക്കെ ഉള്ളൊരു കുളം കണ്ട്. ഇതുങ്ങൾക്ക് എന്തോ കോഴീൻ്റെ തലയിട്ട് കൊടുത്തപ്പോൾ അത് കഴിക്കാനായിട്ട് കയറി വന്നതാണ്. കുറേ മുതലുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആന, ഇതൊക്കെ പിന്നെ നമ്മളെപ്പോഴും കാണലുള്ളതാണ്, നമ്മുടെ നാട്ടിൽ ആനയൊക്കെ ഉള്ളതാണല്ലോ. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ അമ്മുക്കുട്ടീനെയൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മുക്കുട്ടി ഒരു ഉറക്കം മൂടിലിരിക്കുന്നതുകൊണ്ട് അത്ര ആക്റ്റീവ് അല്ല ഇപ്പോൾ ആൾ. അത് കഴിഞ്ഞ് ഞാൻ ഒരു കുഞ്ഞി മുതലയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നമ്മൾ ബസ്സിലൊരു എല്ലാവരും ഒരു ഇൻട്രോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ അസ്ലമിനെ കാണുന്നില്ല. നോക്കുമ്പോൾ ഉണ്ടടാ ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് മിണ്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇനി അവനെ അവിടെ നിർത്തിയാൽ ശരിയാകത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് ബോട്ടിൽ കയറി. അങ്ങനെ നമ്മൾ ഇപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഈ കുഞ്ഞൊരു ഇതൊരു മോട്ടറിൻ്റെ ഒരു നമ്മുടെ നാട്ടിലൊരു ശിക്കാരി വെള്ളം പോലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ ആലപ്പുഴക്കാർ ഈ വള്ളവും ഒക്കെ ആയിട്ട് നല്ല പരിചയമുള്ളവരാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഞാനിങ്ങനെ കുറേ ബാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും. പിന്നെ മസ്റ്റ് ഐറ്റമായിട്ട് ഞാൻ നേരത്തെ മൈൻഡിൽ വിചാരിച്ചിരുന്നതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പം ഞാൻ അതൊക്കെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കുഞ്ഞു ഞണ്ട് ഫ്രൈ ഒക്കെ കഴിച്ചു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഇതിന് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസിന് 50 ബാത്തും ഇതിന് 100 ബാത്തുമാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറേ ഷോ ഒക്കെ കാണിക്കലുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ ഇനി അൽക്കസർ ഷോയ്ക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അൽക്കസർ ഷോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ ലോകത്തുള്ള ആൾക്കാർ മൊത്തം ഉണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഒരു 1 ടൈം വന്ന് കാണേണ്ടത് തന്നെയാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. ഒരു ഓക്കെ ഫുഡ് അത്രേ പറയാനുള്ളൂ. കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഡേ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്.